ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ക്ഷീണം എപ്പോഴും വിട്ടിട്ടല്ലോ. എൻ്റെ കാല് പോയിക്കണ്, മുട്ടുങ്ങാൻ നല്ല വേദന ഉണ്ട്, നടക്കാൻ വെച്ചാ. ഇപ്പൊ രാവിലെ അങ്ങനെ നീച്ച് മന്ദപ്പടിച്ച് കുത്തിരിക്കണേ. അപ്പോൾ വന്നാണ്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിക്ക് വേണമെങ്കിൽ പോകാൻ നമ്മൾ ഈ സാധനം മനസ്സിലായോ. എന്നാലേ നമ്മള് നോക്കി വീഡിയോ ഉണ്ടോക്കി ഇത് ഉണ്ടാക്കിയ സാധനം കേട്ടോ. അതിലാണ് നമ്മൾ ഈ കുടുക്കൊക്കെ വെച്ചിന്. അപ്പോൾ ഇത് എങ്ങനെ വെച്ചാൽ റെൻ്റൊന്നുമല്ല, നമ്മളെ നാട്ടില് ഇതുണ്ടല്ലോ പോളി ടീമൊക്കെ മറ്റേ വീൽ ചെയറും കാര്യങ്ങളൊക്കെ അതേമാതിരി വെച്ചതാണ്. അപ്പോൾ ആരെങ്കിലും മരിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടേക്കാണ്ട് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ടേക്കാണ്ട് അവർക്ക് ഒറ്റയടിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ റിട്ടേൺ കൊണ്ടേ കൊടുക്കാൻ പോകട്ടെ ഞങ്ങൾ നല്ല പറഞ്ഞപ്പോൾ പൈസ ഒക്കെ വരുന്നത്. മുരി നാട്ടെ പേര് ഇതിൻ്റെ പേര് കുറേ കണ്ട ചെമ്പുംകാരൊക്കെ കൊള്ളും. അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് കബർസ്ഥാൻ കേട്ടോ. അപ്പോൾ മീതാങ്കല്ല് എടുക്കൂല ചോദിച്ചപ്പോൾ മീതാങ്കല്ല് ഉണ്ടല്ലോ, മറ്റേ ചെറുതാണെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ അത്ര വലിപ്പമല്ല, അത് തള്ളി കൊണ്ടുപോകണക്ക്. അപ്പോൾ നൈസാട്ടോ, ഒരു വെറൈറ്റി ആണ്, നമുക്ക് ഇല്ലാത്തൊരു എക്സ്പീരിയൻസ്. പൈസന്റെ ചങ്ക് വിളിച്ചിനൊക്കെ കഴിഞ്ഞൊരു ഇത് എന്താ പറയാ പള്ളിയാട്ടോ. പള്ളിന്റെ കുബ്ബ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഫുള്ള് മരം കൊണ്ടുള്ള പരിപാടി. അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇപ്പൊ ഓരോന്ന് കാണുന്നത്. വണ്ടി പോകുമ്പോ വൃത്തിരി കാണില്ലല്ലോ, തോന്നുന്നു ഫുൾ ടൈം സ്ഥലത്ത് നിൽക്കലാണ് ഇവിടെ. വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ? സാധനം കൊടുത്ത സെറ്റാക്കി സാധനം വെച്ചപ്പോ ഇവരെ രണ്ടാൾ പേരെവിടെ നദീമിന്റെ പേരാണോ? ആ നദീമിന്റെ പേരേട്ടത്, നല്ല തൊപ്പിക്കാരനെ പുറത്തോടുകൂടെയാണ്. ഇവിടുത്തെ ഉറുമാമായൊക്കെ വരില്ലേ. ആ പഴത്തിനൊരു കമ്മിയില്ലട്ടോ ഇവിടെ. പിന്നെ ഒരു തുണി വരണ്ടോ ഇങ്ങനെ തോരട്ടോ കേട്ടോ. നമ്മളെ ആയില്ല ആർത്തപ്പനോട് ചോദിച്ചപ്പോ പൈസ താറണേ ഇങ്ങനെ വരട്ടോ മതി. ആ വല ഈ കൈമേല് പ്രത്യേകത കേട്ടോ. വല വാതിലുണ്ടോ, ഒരു വാതിൽ ഇങ്ങനെ വലന്റെ ഒരു വാതിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നടക്കാൻ വേറൊരു കണ്ടോ, രണ്ട് വാതിലുണ്ടോ. ഇവന്റെ പേരില് മോളില് മരാട്ടോ. മരം പറഞ്ഞ നമ്മൾ ഇന്നലെ പോയ വൈക്കൊക്കെ കണ്ട മരാണല്ലോ. ഇപ്പൊ അത് പറ്റൂല, 2010 ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഇവിടെ വേറെ പ്രത്യേകത, കട്ടിലും ഉണ്ടാവില്ല, കസാലയും ഉണ്ടാവില്ല, കൊറേ ബ്ലാങ്കറ്റ് ഉണ്ടാവും. അതേമാതിരി ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും. ഇത് തന്നെ കടക്കലും ഇരിക്കലും ഒക്കെ. അടുക്കള ഇതേമാതിരി ഒക്കെ തന്നെ കാണിച്ചു. ഇവിടെ ആർക്കും പണിയൊന്നുമില്ല, എല്ലാവരും ഉണ്ടാവും എപ്പോഴും ഒപ്പം. പിന്നെ ഒക്കെ ഉണ്ട്, നദിയുണ്ട്, ഇവിടെ ഉപ്പുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി സെറ്റപ്പ് ട്രീറ്റ് കേട്ടോ. ഉപ്പ് ബിസ്ക്കറ്റും മറ്റേ ഇതാണല്ലോ. ഇതിപ്പോ വാങ്ങിക്കൊടുന്നാണല്ലോ അല്ലേ സംഭവം. ഇതാ രസം കേട്ടോ, വില്ലേജ് ലൈഫ്. വെല്ലിപ്പേട്ടോ, വെല്ലിപ്പ വന്നാ എപ്പോഴും കീസിൽ എത്തെങ്കിലൊക്കെ ഉണ്ടാവുന്ന ആപ്പിൾ വന്നിട്ടപ്പോ വായിക്കോ. സ്പെല് വായിക്കോ, കട്ട് ചെയ്ത് തിന്നോളൂ. മലപ്പുറം കത്തിയെത്തിയത് മോനെ മുറിച്ചോ കഴിച്ചോ. കളിച്ചല അടുത്ത കീസ് മുറിച്ചല, അടുത്ത കീസ് പടച്ചോ. അടുത്ത സാധനം उसका क्या नाम है? വലിയപ്പാനെ കച്ചിലില്ലാത്ത സാധനം. പിന്നെ ഒരു പിയറൊന്നോ ഒരു വാൾനട്ടൊന്നോ പണ്ടത്തെ പപ്പാനെ പോക്കറ്റ് സാധനം കഴിഞ്ഞില്ലോ. ഇനി വരുന്നത് You know the apricots? Apricot. Yes, yes. Their seeds. Yes. Apricot ആണ് കേട്ടത്. Their seed. കത്തുണ്ട് കാ വലിയ കത്തരുത്. കാ വെച്ചാൽ കിടക്കുന്നു. എത്ര സാധനം കഴിച്ചു. ഇത് ഞാൻ ഒരട്ടം തിന്നാ അവനെടുക്ക്. ഒന്നിന്റെ ഉള്ളിൽ 3 എണ്ണോ? ആപ്രിക്കോട്ട്. Yes, apricot. Insert present apricot. ആപ്രിക്കോട്ടിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ബദാം എടുത്ത് നോക്കാം. നോഫാനെ ബദാമന്നെ വലിയ വായിച്ചുള്ളത് മുഴുവൻ തോൽപ്പിച്ച് തിന്നാക്കി. ഓന്റെ വലിയ ആയിട്ട് പഴിപ്പിച്ചിപ്പോ. ഇയാളുണ്ടല്ലോ വന്നപ്പം 2-3 കീസ് സാധനം പൊറുക്കിയത്തൊക്കെ എടുത്തുന്നോ. ഇവിടെ ലൊക്കെ എടുത്തു. അടുത്തത് കീസ് പൊട്ടിച്ചു കുറച്ച് ഇങ്ങനെ വെച്ചു കേട്ടോ. പാത്തിരുന്നാ വേണ്ടി ചൊക്കപ്പാട് ഒരു ഉളുപ്പില്ല ഒപ്പം കുത്തറ തിന്നോക്കിയാ പൈസ. മമ്പർത്തോട്ടായി അമൃത്തോട്ടയോ അവിടെ അമ്പർത്ത് വരൂ. തീരി മിറിച്ചെടുത്തുന്നാണ് ഓനും കാത്താൻ പറഞ്ഞാ തുപ്പണ ഇതരെ
മറ്റോ നമ്മക്ക് ഉണ്ടാക്കാണ് ഓരോരോ സാധനം കൊടുക്കുന്നത് നല്ല എരിവുള്ള സാധനം എന്നിട്ട് ഓരോരോ സാധനം വരും കേട്ടോ. കാശ്മീരത്തെ തക്കാളി നിൽക്കണം കൊറേ തക്കാളി. വെല്ലിപ്പാരത്ത് ഇറങ്ങിയാണ് അടുത്ത പരിക്കെത്തിട്ട് നമ്മളിവിടെ ഒക്കെ കുടുംബക്കാരത്താണ് ഇവിടെ വലിയൊരു പെര. ഈ പരിക്കേരൊക്കെ വെച്ചാല് ഫുള്ള് പൈക്കളെ പെരട്ടതാണോ ഇവർക്കായിട്ടുള്ള സെറ്റപ്പാണ് പോലുണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെ തന്നെ ഒരു വണ്ടി വേറെ കിടക്കണം. അത് പുതിയ സാധനം. ഇവിടെ എത്ര വെറൈറ്റി ഐറ്റംസ് ആണ്. എന്ത് ഇഞ്ചിർ ഇഞ്ചിയാ क्या है कैसे जाता ऐसा वाला खाता हूँ करो टेस्ट अंदर से ये खाना ये करो टेस्ट टेस्ट करो ऐसे देखो कैसे मजा डरा मजा डरा कैसा है मजा मजा है ഇഞ്ചീർ यस എത്തൊക്കെയോ റബ്ബേ ഇവിടെ ജന്മത്തിൽ തെറിയതാണെന്ന് കണ്ടില്ലടോ അല്ലേ. ഇഞ്ചീർ ഒന്നുട്ടോ നമ്മള് ഒരു കേസിൽ വേറെ സാധനം കുറെ ഉണ്ട് കിട്ടണോടൊക്കെ അടുത്ത് പോകുന്നു. അതാ പൈക്കളെ കൂട്ടിക്ക് വേറെ വെച്ച് എല്ലാത്തിനും വീഡിയോ കിട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതിനുള്ളില് പുല്ലിട്ടാണ്ടാണോ തിന്നാനുള്ളവര് മുട്ട സാധനം അടുത്ത് വരുന്ന കറക്കാൻ പറ്റിയ സാധനം കേട്ടോ. അടച്ചമ്പരാനെ കൊണ്ടുവരുന്ന ഞാൻ പാട്ടെ വലിയൊരു സാധനമോ കണ്ടതിനെ പേടിയാവും. കൊമ്പൊക്കെ നോക്കിയാ കണ്ണ കേട്ടോ ചില കണ്ടിട്ടാണ് പേടി. എത്ര വലുപ്പത് പേരൊക്കെ എന്തെങ്കിലും ഡിഫറെന്റ് ആണ് പറയുന്നത്. ഈ പേരുണ്ടോ കയറി ചെല്ലണ മാത്രം ഫുള്ള് വാൾപേപ്പറും സ്റ്റിക്കറൊക്കെ ഇതിന് കവേട്ടാട്ട സംഭവം. ഇപ്പം ഭയങ്കര ക്രിക്കറ്റിലോട്ടോ ഇവനത്ത് പാഡും കാര്യം കണ്ടാ ക്രിക്കറ്റർ ബ്രോ കളിയിലെ ക്യാപ്പ് we have also like this for bike എല്ലാ സാധനം കളിക്കലുണ്ടായിരുന്നു. ഗ്ലോസ് ഒക്കെ കയറുന്നാണ് സെക്കൻഡ് ഞാൻ കളിക്കാരുടെ ഫുള്ള് പ്രാക്കൾ പല പല വെറൈറ്റി കളർ. അതിന്റെ കളർ നോക്കിയാ ഇവിടെ അതിന്റെ കൂട് എടുക്കണേ. കൂടിനുള്ളിൽ കുറെ തോന്നുന്നു ഒക്കെ പുറത്തേക്ക് ഇടുന്നു. कलर किया और ऐसा वाला आता है. हाँ कलर कलर किया है कलर किया इसने इस ओरिजिनल वो कलर എടുത്താണ്. नहीं कलर किया इतने यहाँ पर चोरी ले जाते हैं ना. എടാ അന്റെ പിരാന്ത് ചില്ലറന്നല്ലോ പ്രാവനെ പിടിച്ച് പെയിന്റ് അടിച്ചു നമ്മളെ കളർ കോഴിക്കുട്ടികളുടെ മാതിരി ഓരോന്നിനും പിടിച്ച് പല പല ഡബിൾ ബാറ്ററി डबल बैटरी के कबूतर है. കറണ്ട് നമ്മൾ ഈ പുതിയ ഹീറ്റ് മെഷീനൊക്കെ ഇറങ്ങുന്നതിന് മൂലം ഉണ്ടാക്കിയിട്ട് മണ്ണുകൊണ്ട് ഈ കോയിൽ ഇതിക്ക് വെച്ചാണ്ട് ഹീറ്റ് ആക്കും എന്ന് പറഞ്ഞു ഓരോരോ കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ടേ ഉണ്ട് കേട്ടോ സംഭവം. ഇവിടുത്തെ ചൂട് തണുപ്പ് കളയാൻ വേണ്ടിട്ട് ആക്കണം. ഉള്ളി ആക്കണം ഇവിടെ ഉള്ളി വെച്ചത്. പിന്നെ റൂം ഉണ്ടെങ്കിൽ ഉള്ളി കസ്റ്റം ചെയ്ത് അതൊക്കെ ഹാൻഡ് മെയ്ഡ് പെയിന്റ് കേട്ടോ ഓലെന്നെ ചെയ്താന്ന് പറഞ്ഞു. വാൾപേപ്പർ ഒരു വശം ഉണ്ടാക്കും. ഓരോരോ മോഡൽ ഓരോരോ സ്ഥലത്ത് അതറിയാം. നെല്ല് നെല്ല് നെല്ലാത്ത कश्मीर इसको बोलते हैं दाने. നെല്ല് പോലത്തെ देखा कैसा होता है നമ്മളെ പേരിക്കൊന്നും आँख में गया या कान में गया ना. വേറെ മന്ദപ്പനെ പിടിച്ച് അതിന് മേലെ കയറ്റിക്കണം. അതൊരു പൊട്ടം കുട്ടി അതിന് മുകളിൽ കയറാൻ ഇങ്ങനെ വണ്ടി ഓട്ടൊക്കെ കയറ്റി സ്റ്റാർട്ട് യുവർ ബൈക്ക് ഇതിനെ കാട്ടുന്ന കൂടെ പോകണം കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങ് പോകാൻ പറഞ്ഞ് സംഭാവന എത്തും. ഇവിടെ ഈ ചെറിയ സംഭാവന കൊടുത്ത് പോകട്ടെ ഇവിടെ പരിപാടിക്ക്. ഉൾക്കൊരു സന്തോഷാട്ടെ. നമ്മളിത്രയില്ല ഇവിടെ ഒരാഴ്ച പണിച്ചെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ പണി. അപ്പൊ വേറെ വച്ചോട്ടോ പോകുന്നത് അതിന്റെ ഉന്തുവണ്ടി കൊണ്ടുവരാറുണ്ട്. വണ്ടി കൊണ്ടുവന്ന് ഇതിപ്പോ പള്ളിന്റെ സൈഡ് കൂടെ അങ്ങനെ വലിയൊരു വജ്ജുണ്ട് ചെറിയ. അത് നടക്കാൻ റോട്ട് മകൻ എത്തിന് മുമ്പ് ഇങ്ങനത്തെ വയ്യൊന്നും അമ്മ നാട്ടില്ല കേട്ടോ. ഒരു ഇട വയ്യ ഇങ്ങനെ രണ്ട് സൈഡ് ഷീറ്റൊക്കെ കിട്ടീന്. ചെറിയ വജ്ജി കൂടെ അങ്ങനെ പോണതാ. ഏതോ റോട്ടുമക്കുള്ളൊരു വയ്യാണ് ചെറിയ വയ്യ. സംഭവം നൈസാട്ടോ. ഇത്രയും അടുത്ത് വരെ കാണാൻ പറ്റും നമ്മൾ കരുതില്ല. കാരണം പരിചയക്കാരുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അവർ നമ്മൾ അടുപ്പിച്ചില്ലല്ലോ. ആ താത്ത വല്യപ്പാനൊക്കെ അതെ എന്തോ സ്നേഹം നോക്കർക്ക് ഇത് അടുത്ത് ഏറെ ഏതോ വജ്ജിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ഷോർട്ട് കട്ട് ഇട്ടോ വരുത്. കറക്റ്റ് നമ്മളെ ഇടവജ്ജ് തന്നെ ഇതിനുള്ളിൽ കൂടെ പോയാൽ ഇവിടെ ഇതാക്കണ് തോടിന്റെ അപ്പുറത്താക്കണ് നെൽപ്പാടട്ടോ. പാടത്തിൽ കൂടെ ഇങ്ങനെ പോവാണ്. നെൽപ്പാടം നമ്മളവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കാണുമ്പോൾ രസം. അതിന്റെ അപ്പുറത്ത് നെൽപ്പാടത്തിന്റെ അപ്പുറത്ത് ആപ്പിൾ തോട്ടം അതേ നമ്മളവിടെ ഉണ്ടാവില്ല. ഇവിടെ തോട്ടെ നൈസ് തോട്ടുപരമ്പത്ത് കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. അതാണ് ഫീല്. പറയാലോ ഇവിടെ ഇല്ലാത്തൊരു സാധനമല്ല. വാട്ടർ മെലോണി അത് ആപ്പിൾ അതിനപ്പുറത്ത് ഇപ്പുറത്താക്കണ നെല്ല് എല്ലാ സാധനവും നമ്മൾ തിന്നത് എന്തൊക്കെ ഞമ്മക്ക് നോർമൽ അതാ ഈ സാധനങ്ങള്. താത്ത തന്ന സാധനം വേറെതാ. വെല്ലിപ്പാന്റെ സാധനം കുറെ കീസിലാക്കി ഇങ്ങോട്ട് കൊടുത്തേ. തക്കാളി എടുത്തിന് എത്തിന് നമുക്ക് തന്നെ അറിയില്ല. അമ്മ ഇതാട്ടോ വൈബായത്. ഇന്നലെ പോയില്ലാറ് വരമ്പത്ത് കൂടെ ഇങ്ങനെ നടത്തും
ഈ ഒരു ഫീല്. തോടപ്പുറത്തെ തണുത്ത വെള്ളം. വെയിലിന് ചൂടുണ്ടോ? വെയിലിന് ചൂടില്ലാന്ന് പറയണേ ഞാൻ. വെയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ ഇവിടുത്തെ തണുപ്പത്തേക്ക് എത്തി നല്ല തണലത്തേക്ക് എത്തി നല്ല തണുപ്പാണ്. അതുപോലെ മരത്തുമ്പോൾ പറിച്ചോട്ടെ. ഇത് ഒറ്റ ആപ്പിളുള്ളൂ. ഞാൻ പറിച്ച് ചെയ്ത് ചങ്ങി കാട്ടിച്ചാണ് തിന്നേ. എന്താ പോലെ കടി ഫുള്ള് മുളക്. അതേമാതിരി എന്തോ കറിക്കിടുന്ന ഇല. അപ്പുറത്ത് കമ്പം. എത്ര സാധനം ഇത് പൊളിയാട്ടോ. ഈ കാലാവസ്ഥയിൽ ഉണ്ടാ തോന്നുന്നുണ്ട്. തുളസിന്റെ ഇല. തുളസി സംഭവം ശരിക്കും നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ പാടത്തു കൂടെ നടക്കണ ഫീല്. കാലാവസ്ഥ തണുപ്പ് കഴിച്ചോക്കാം. ഇത് നല്ല തീരെ ആയിട്ടില്ല. വാൾനട്ടിന്റെ മരം, വലിയ മരം. അതിമൂന്ന് ചങ്ങായി 2 അടിയൊക്കെ അടിച്ചാണ് കാച്ചിന്. എന്താന്നില്ലേ ആപ്പിളുണ്ട്. നിങ്ങള് ഒലിച്ചെന്നോട് കിടക്കണേ. നല്ല ആപ്പിളുണ്ട്, കേടുന്ന ആപ്പിൾ. നമ്മളവിടെ ഇങ്ങനെ എപ്പോഴോ തൂത്തിട്ടുണ്ടോ. അപ്പൊ ഞങ്ങള് വീണ്ടും പോവാട്ടോ. ഉച്ചക്കത്തെ ചോറൊക്കെ വെച്ചിട്ട് ഇറങ്ങണത്. നല്ല മഴക്കാറുണ്ട്. അതുപോലെ കോട്ട് സാധനമൊക്കെ അവന് വണ്ടി കഴിച്ചിട്ടുണ്ട്. വെരീനാക്കർ സ്ഥലത്തോടെ പോയേക്കാം. സ്പോട്ടിലെത്തിട്ടോ. വണ്ടി ഇതാ അവിടെ 2 സൈഡാക്കി നേരെ പോകും. അവിടെ പറ്റിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. വെറൈറ്റി പോയി നോക്കാം. ഓരോ മുന്നിലേക്ക് പോയി. ഇത്രത്തിന്റെ പേര് പറഞ്ഞാൽ മറന്നിട്ടോ. അപ്പൊ പറയണം. പൂള് വെള്ളച്ചാട്ടം കണ്ടത് കാണാനുള്ളതാന്ന് തോന്നുന്നു. ഊട്ടി ഫീല് സംഭവം. ഫുഡ് വെറൈറ്റി ഐറ്റംസ് അലുവയൊക്കെ തോന്നുന്നു. അല്ലോ അവിടെ ടിക്കറ്റ് ഉണ്ട് ഇതിന്. ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് 120 രൂപ. ബസ് സ്റ്റാൻഡ് കാണുന്ന വെള്ളച്ചാട്ടം നല്ല അടിപൊളി. ആഹാ ഇത് കുഴപ്പമില്ലട്ടോ. സെറ്റ് നല്ല സീനിയറുള്ള സ്ഥലമാണ്. ഒന്നിരിക്കാൻ ഇവിടെ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ടെന്നാണ് സംശയം. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മള് ലൈസൻസിന് വേണ്ടി പോയില്ലേ ഡ്രോണിന്റെ. ആ ടൈമിലും സൈഡിലൊക്കെ അങ്ങനെ കണ്ടിരുന്നു ഇതേപോലത്തെ കുറച്ച് സ്ഥലങ്ങൾ. നല്ല വൃത്തിക്ക് ചെടിയൊക്കെ വെച്ച്. ഇവിടെ ഇതാക്കണ്ട മരം ഫൈസലിന്റെ പേരിന്റെ അടുത്തുണ്ടായിരുന്നല്ലേ. ആ 400 വർഷം പഴക്കണ്ടായിരുന്ന പഴം. 15 ലിറ്ററൊറ്റ ദിവസം ഓക്സിജൻ തരുന്ന പറയും മരം. ഇവിടെ ഇതാ വലിയ 2-3 മരങ്ങൾ. ആ തലക്കന്ന് നടന്നിങ്ങനെ പോകുന്നു. ഇവിടെ എത്തിട്ടോ. സംഭവത്തില് ഈ വെള്ളം ചാടുന്നല്ലോ ഫസ്റ്റ്. അതിന്റെ ഉത്ഭവമാണോ സംശയം. ഇവിടെ ഇതിന്റെ വീഡിയോ ആണ് ചങ്ങച്ചി കാണിച്ചത് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ പോയിണോ വെച്ചാണ്ട് അപ്പൊ അതിനുള്ളിലൊക്കെ പോകണേ. എന്തൊരു തണുപ്പ് കയറിയപ്പോ വെള്ളം കണ്ടു. ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ഓ किधर से आता है पानी? ऊपर से नीचे से ही आता है. ऊपर नीचे से बन गया. very dangerous. very knock. അടിന്നാണല്ലോ വരുന്നത് വെള്ളം. ഏകദേശം 100 വർഷം പഴക്കമുള്ള സംഭവമാണ്. അന്ന് ചെയ്തിട്ട് ഇതിനാണ്ട് അന്നത്തെ ഇഷ്ടിക കണ്ടങ്ങള് ഇത്ര വീതിയിൽ കട്ടില്ലാത്ത ഇഷ്ടികൻ. ഇവിടെ ഇഷ്ടികന്റെ കളി തന്നെ പണ്ടേ. അപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല. അവിടെ അതൊക്കെ എഴുതിച്ചിട്ടുണ്ട് അറബിയില്. സംഭവം നൈസാണ്. ചുറ്റും ഇതെന്നാട്ടെ കാണാനുള്ളത്. ഈ വെള്ളം വരുന്ന അടിയെന്നാന്ന് പേര് പറഞ്ഞു. അടിയിൽ നിന്ന് അങ്ങനെ വരിക എനിക്ക് മനസ്സിലായില്ല. ഇത്ര ഡേഞ്ചറസ് സ്പേസ് എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം നൈസാണ്. കാണാൻ രസമാണ്. നല്ല നീല കളർ വെള്ളം. അതേപോലെ കുറെ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് ഇപ്പോൾ കണ്ടിന്യൂ നടന്നിങ്ങനെ പോരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുകളുള്ളൂ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിനുള്ളിൽ ഒരു വഴിയുണ്ട്. ഇതിനുള്ളിൽ കയറി വെക്കാം. ഉള്ളിലാണ് ചെറിയ ഗ്യാപ്പ്. ഇതിൽ നമ്മള് മൈസൂര് കോട്ടയൊക്കെ പോയാൽ തീരും. അങ്ങനത്തെ സെറ്റപ്പ്. ഫുള്ള് ഇഷ്ടികമ്മലാണ് ഉള്ളിൽ നിൽക്കണേ. പുറത്തേക്ക് അങ്ങനെ അറിയാം കേട്ടോ. ഇഷ്ടിക സെറ്റാക്കി വെച്ചിരിക്കണം. മോളെ കണ്ട ഡിസൈനൊക്കെ സെറ്റാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിന് കളറൊക്കെയാണ്. ഷോർട്ടുകളിൽ വെറൈറ്റി പരീക്ഷിക്കുന്ന നമ്മളെ പായസത്തെ വേറെ എന്തെങ്കിലും ഷോർട്ട് എടുക്കുന്നത്. ഞാനാണിപ്പോൾ മസാല കുടിച്ചിരിക്കണം.
അടിപൊളി കഴിച്ചിട്ടോ. സ്കൂളിട്ടാണോ യൂണിഫോം ബേസിൽ പോകുന്ന കുട്ടികള് അല്ലാന്ന് കേസിട്ടോടെ ഓരോരോ ദാ സൈഡിലുണ്ട്. ഏതായാലും ഇവിടുന്ന് വീടാണ്. സമയം 4 മണിക്ക് കേട്ടോ. പക്ഷെ കാലാവസ്ഥ കണ്ടാൽ ഒരു 5-5:30-6 മണിക്കായി. മീനുകൾ കണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിനോട് എത്രയോരം മീനുകളോ. ഇവിടെ വെള്ളച്ചാട്ടം കണ്ടോ? ഈ വെള്ളച്ചാട്ടം നേരെ ഇങ്ങോട്ട് zoom ചെയ്താൽ ഇവിടുത്തെ അമ്പലത്തെ കൊണ്ടിറങ്ങി. ഫുള്ള് സാധനങ്ങളാട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഈ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ. കുറേ സാധനങ്ങളുണ്ട് കുട്ടികളെ പിടിച്ചാൽ. പമ്പം പർച്ചേസിങ് ആയിരുന്നു ഇവിടെ. आलू मूछ ये क्या? प्याज के पकौड़े, प्याज के पकौड़े तो वो क्या? वो भी यही आलू, वो भी हाँ ये कड़ है, ये कल कड़, कल ये हलवा पराठा, ये हलवा है ना? ये पराठा, ये क्या है? ये मटर, मटन। ടാർ मटन। ഇത് നമ്മൾ ഇന്നലെ കഴിച്ച സാധനം കേട്ടോ. നമ്മൾ തേച്ചൊക്കെ വന്നിട്ടുണ്ട്. തേക്കേണ്ട ആവശ്യം. ഡൂറു ബേരിനാഗിന്റെ വിഷ്വൽ കേട്ടോ. കണ്ട താഴെ കുറേ ഇത് ചുറ്റി ചുറ്റി വന്ന് ചുരം അതുപോലെ വ്യൂ കണ്ടോ നിങ്ങള്. നിങ്ങൾക്ക് സൂമിലാണ് കാണണല്ലേ. കണ്ടോക്കെ അടിക്കണം നിങ്ങൾ. ഒരു വില്ലേജ് മൊത്തം ഇങ്ങനെ കാണട്ടെ. നമുക്ക് അപ്പുറത്ത് മലകളുണ്ടോ, കോട മൂടി കിടക്കുന്ന മലകൾ. നമ്മൾ വന്ന വയ്യാണ്ടെങ്കിൽ കണ്ട എന്തൊരു ചുരം. അത് വേറെ 2-3 ചുരം. പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അവിടെ ഇങ്ങനെ പിന്നെയും ചുരം. അങ്ങനെ ചുരം കയറി കയറി മുകളിൽ എത്തിയിട്ടത്. റീൽസ് എടുത്തെടുത്താ വരുന്നത് ഇങ്ങോട്ടാ. നമ്മളിവിടെ ഇങ്ങനെ കുത്തിരിക്കന്നെ. ഫായ്സ് ഇതാക്കണ അവിടെ കുത്തിരക്കണേ. ദൂർസെ ദൂർസെ. സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുകയാണ്. തണുപ്പ് കൂടും പറഞ്ഞാൽ പോവാറ്. അവിടെയൊക്കെ ദാ കോട, താഴത്തതാ വീട്. നമ്മളതാ പോണ്. വണ്ടി ഇതാ അവിടെ കേട്ടോ. കാശ്മീരിലെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടോ? ത്രോട്ട് ഫിഷ് ആണ്. അത് കഴിക്കാൻ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു ഹോട്ടലിൽ. ഫിഷിന്റെ ബ്രോസ്റ്റ് മാതിരി ഒരു സാധനം നിങ്ങളുടെ എത്ര പറയാ കോൺസെപ്റ്റ്? ത്രോട്ട് ഫിഷ്. ത്രോട്ട് ഫിഷ്. ത്രോട്ട് കാശ്മീർ ഇവിടുത്തെ ഭയങ്കര സംഭവം ഫിഷ് എന്ന് പറയാം. ബ്രോസ്റ്റ് മാതിരി. റൊട്ടിനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല. 7 മണിയായിട്ട് ഇവിടെ 6:50 അങ്ങനെ ഫിഷ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണേ. ഇനി പരിക്കേ കയറും. ഇനി എടുക്കും പോകാൻ നേരല്ല. അങ്ങനെ വാർപ്പിന് മുകളിലെത്തി. പൈസയില് പണി കഴിഞ്ഞ് വന്നിട്ട് കുറെ നേരം ഇനി നായ്ക്കളെ കൊരേണി നേരായ നാറച്ചിനോട് ഒക്കെ തോടി മണ്ണുള്ള സാധനങ്ങളും. നല്ല തണുപ്പ് വൈബ്. സൂര്യൻ കണ്ടങ്ങള് അവിടെ പൊളി വൈബ്. ഞങ്ങൾ പാമപ്പത്തിലേറെ കളർ കുറച്ച് പോയിക്കണത്.